ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ ആദ്യ മത്സരത്തിൽ FC ഗോവയെ ഞെട്ടിക്കാൻ പുതിയ ടീമായ ഇന്റർ കാശിക്ക് സാധിച്ചിരുന്നു. അതായത് ഇന്റർ കാശിയുടെ ISLലെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. ഗോവയെ അവർ സമനിലയിൽ തളക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യ പകുതിയിൽ ഇന്റർ കാശി മികച്ച പ്രകടനം നടത്തുകയായിരുന്നു. പിന്നീട് മലയാളി താരമായ പ്രശാന്ത് ഇന്റർ കാശിക്ക് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ് പിന്നീട് ഗോവക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതായത് 80ാമത്തെ മിനിറ്റിൽ ഇന്റർ കാശിയുടെ വിദേശ ഗോൾ കീപ്പറായ ലൂയിസ് ടരേസ് ഒരു ഫൗൾ വഴങ്ങുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചു. പിന്നീട് ലഭിച്ച പെനാൽറ്റി ഗോവൻ സൂപ്പർ താരമായ ഡ്രാസിച്ച് ഗോളാക്കി മാറ്റി. അങ്ങനെ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ടായിരുന്നു ഈ മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്കസ് മെർഗുലാവോ പങ്കുവച്ചിരുന്നു. അതായത് ആദ്യ പകുതിയിൽ ഗോവ വളരെ മോശം പ്രകടനമാണ് നടത്തിയത്. ഇന്റർ കാശി നല്ല രൂപത്തിൽ ആദ്യ പകുതിയിൽ കളിച്ചിരുന്നു. ഇതോടുകൂടി ആദ്യ പകുതി അവസാനിച്ചതിന് ശേഷം ഗോവയുടെ പരിശീലകനായ മനോളോ മാർക്കസ് കട്ടക്കലിപ്പിലായി, തൻ്റെ താരങ്ങളോട് ദേഷ്യപ്പെട്ട് ചൂടായി എന്നൊക്കെയാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് താരങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെയായിരുന്നു ആദ്യ പകുതിയിൽ ഗോവ കളിച്ചിരുന്നത്. ഇതോടുകൂടിയാണ് മനോളോ മാർക്കസ് ദേഷ്യപ്പെട്ടത്. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്തിരുത്തും, അതായത് ഈ 11 താരങ്ങളെയും താൻ പിടിച്ച് വെളിയിലിടും, പുറത്തിരുത്തും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ താരങ്ങൾക്ക് പരിശീലകൻ നൽകിയിരുന്നത്. നല്ല രൂപത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാർക്കസ് മെർഗുലാവോ മനോളോ മാർക്കസിന്റെ വാക്കുകൾ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വേണമെങ്കിൽ നിങ്ങൾ 11 പേരെയും ഞാൻ എടുത്തു വെളിയിൽ കളയും. അത് മോശം ഫുട്ബോൾ കളിച്ചതിന്റെ പേരിൽ മാത്രമല്ല, മോശം ആറ്റിറ്റ്യൂഡിന്റെ പേരിലായിരിക്കും. ഇതാണ് ആദ്യ പകുതിക്ക് പിരിഞ്ഞ സമയത്ത് മനോളോ തൻ്റെ താരങ്ങളോട് പറഞ്ഞത്. അത്രയും അലസതയോട് കൂടിയായിരുന്നു ഈ താരങ്ങൾ കളിച്ചിരുന്നത്. പക്ഷേ മനോളയുടെ ഈ ഒരു ദേഷ്യപ്പെടൽ ഫലം കണ്ടു എന്ന് പറയേണ്ടി വരും. രണ്ടാം പകുതിയിൽ ഗോവ നല്ല രൂപത്തിൽ കളിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അബ്ദുൽ റബീഹ് വന്നതിന് ശേഷം നല്ല രൂപത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ അവർ നടത്തി. അതിന്റെ ഫലമായിക്കൊണ്ട് ഒരു ഗോൾ അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഗോവയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു തുടക്കമല്ല അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പല വിദേശ താരങ്ങളെയും അവർ കൈവിട്ടിരുന്നു. അത് അവർക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.